മോട്ടറോളയുടെ മോട്ടോ റേസർ 50 അൾട്ര എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ റേസർ 50 അൾട്ര എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 2 ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഉള്ളിൽ വലിയൊരു ഡിസ്പ്ലേയും പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേയും. ഉള്ളിൽ 6.9 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. POLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 165 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. പിന്നെ പുറത്തും ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പുറത്ത് ഒരു ഹാഫിൽ 4 ഇഞ്ചിൻ്റെ ഒരു POLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1080x1272 എന്ന റെസൊല്യൂഷനിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. പുറത്തുള്ള ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഫോൾഡബിൾ ഫോൺസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിലും 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് വലിയൊരു പുറത്തുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 189 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.09 mm ആണ്. പിന്നെ IPX8 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണ് 65,500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡബിൾ ഫോൺസിൻ്റെ കാര്യത്തിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. അതിനനുസരിച്ചിട്ടുള്ള മികച്ച പെർഫോമൻസും ഇതിൽ ലഭിക്കേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള HelloU സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ 1.7 പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 മെഗാപിക്സലിന്റെ 2.0 പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ 2.4 പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 4000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ ഇത് തിരക്കില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 5699 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 65,500 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഗ്ലോബൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതലാണ്. 1199 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 1,07,300 രൂപ പ്രൈസ് റേഞ്ചിൽ. ഗ്ലോബൽ പ്രൈസിംഗ് അത്യാവശ്യം കൂടുതലാണ്. ഇനി ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ജൂലൈ 4-നായിരിക്കും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പ്രൈസിംഗ് ആയേക്കാം. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു ഫോൺ ഒരു 75,000-80,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നാണ് എന്തായാലും മോട്ടോ റേസർ 50 അൾട്ര എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.